സി ബുക്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 2 പ്രാവശ്യമായിട്ട് കണ്ട കറണ്ട് അഫേഴ്സ് 2026 ജനുവരി മാസത്തെ കറണ്ട് അഫേഴ്സിൻ്റെ ബാക്കി തുടർച്ച ഭാഗമാണ് ഇന്ന് പഠിക്കുന്നത്. സമൂഹത്തിൽ വിവിധ തരത്തിൽ ഇരകളാക്കപ്പെടുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ആശ്വാസത്തിൻ്റെ തണലൊരുക്കുന്ന കുടുംബശ്രീ മിഷൻ്റെ കീഴിലുള്ള ജെൻഡർ ഹെൽപ്പ് ഡെസ്ക്കാണ് സ്നേഹിത. സമൂഹത്തിൽ വിവിധ തരത്തിൽ ഇരകളാക്കപ്പെടുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ആശ്വാസത്തിൻ്റെ തണലൊരുക്കുന്ന കുടുംബശ്രീ മിഷൻ്റെ കീഴിലുള്ള ജെൻഡർ ഹെൽപ്പ് ഡെസ്ക്കാണ് സ്നേഹിത. കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്ന, തിരികെ വരാൻ ആഗ്രഹിക്കുന്ന ഐ ടി ഇതര പ്രൊഫഷണലുകൾക്ക് കേരളത്തിൽ മികച്ച തൊഴിലവസരം കണ്ടെത്താൻ വഴിയൊരുക്കുന്നതിനായി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ആരംഭിച്ച ക്യാമ്പയിനാണ് തിരികെ. കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്ന, തിരികെ വരാൻ ആഗ്രഹിക്കുന്ന ഐ ടി ഇതര പ്രൊഫഷണലുകൾക്ക് കേരളത്തിൽ മികച്ച തൊഴിലവസരം കണ്ടെത്താൻ വഴിയൊരുക്കുന്നതിനായി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ആരംഭിച്ച ക്യാമ്പയിനാണ് തിരികെ. വീട്ടിൽ നിന്ന് ലോകത്തിലേക്ക് എന്ന ആശയത്തെ അടിസ്ഥാനമാക്കി ആഗോള വിപണിയിലെത്തുന്ന കുടുംബശ്രീയുടെ കാർഷിക ഭക്ഷ്യ വിഭവങ്ങൾക്ക് നൽകിയ പുതിയ ബ്രാൻഡ് നെയിമാണ് കെ ഇനം എന്നറിയപ്പെടുന്നത്. വീട്ടിൽ നിന്നും ലോകത്തേക്ക് എന്ന ആശയത്തെ അടിസ്ഥാനമാക്കി ആഗോള വിപണിയിലെത്തുന്ന കുടുംബശ്രീയുടെ കാർഷിക ഭക്ഷ്യ വിഭവങ്ങൾക്ക് നൽകിയ പുതിയ ബ്രാൻഡ് നെയിമാണ് കെ ഇനം. ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്യാൻ സ്ത്രീകളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള വനിതാ കമ്മീഷൻ നടപ്പാക്കുന്ന ക്യാമ്പയിനാണ് പറന്നുയരാൻ കരുത്തോടെ. ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്യാൻ സ്ത്രീകളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള വനിതാ കമ്മീഷൻ നടപ്പാക്കുന്ന ക്യാമ്പയിനാണ് പറന്നുയരാൻ കരുത്തോടെ. ക്യാമ്പയിൻ്റെ അംബാസഡർ മഞ്ജു വാര്യർ. 2026 ജനുവരിയിൽ അഴിമതിയും വ്യാപകമായ ക്രമക്കേടും കണ്ടെത്തുന്നതിനായി കേരള സംസ്ഥാന വൈദ്യുത ബോർഡ് വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ ഷോർട്ട് സർക്യൂട്ട്. 2026 ജനുവരിയിൽ അഴിമതിയും വ്യാപകമായ ക്രമക്കേടും കണ്ടെത്തുന്നതിനായി കേരള സംസ്ഥാന വൈദ്യുത ബോർഡിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ ഷോർട്ട് സർക്യൂട്ട്. ലേണിംഗ്, അസസ്മെൻറ്റ്, ഡിജിറ്റൽ വിദ്യാഭ്യാസ പ്ലാറ്റ്ഫോം എന്നീ മേഖലകളിലെ മികവിന് ദേശീയ അംഗീകാരം ലഭിച്ച കൈറ്റിൻ്റെ AI പ്ലാറ്റ്ഫോമാണ് സമഗ്ര പ്ലസ്. ലേണിംഗ്, അസസ്മെൻറ്റ്, ഡിജിറ്റൽ വിദ്യാഭ്യാസം പ്ലാറ്റ്ഫോം എന്നീ മേഖലകളിലെ മികവിന് ദേശീയ അംഗീകാരം ലഭിച്ച കൈറ്റിൻ്റെ AI പ്ലാറ്റ്ഫോമാണ് സമഗ്ര പ്ലസ്. തദ്ദേശത്തിൽ സേവനം വേഗത്തിൽ കൂട്ടുന്നതിനായി തദ്ദേശ വകുപ്പും ഇൻഫർമേഷൻ കേരള മിഷനും ഇൻഫോ ലോജിക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയുമായി ചേർന്ന് നടപ്പാക്കുന്ന AI സംവിധാനമാണ് സ്മാർട്ടി. കേരളത്തിൽ തദ്ദേശത്തിൽ സേവനവേഗം കൂട്ടുന്നതിനായി തദ്ദേശ വകുപ്പും ഇൻഫർമേഷൻ കേരള മിഷനും ഇൻഫോ ലോജിക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയുമായി ചേർന്ന് നടപ്പാക്കുന്ന AI സംവിധാനമാണ് സ്മാർട്ടി. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ കേരളം, തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ വ്യാപകമായി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നടപ്പാക്കിയ റെയ്ഡാണ് ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോ. ശബരിമല സ്വർണ്ണക്കേസുമായി ബന്ധപ്പെട്ട കേസിൽ കേരളം, തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ വ്യാപകമായി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോ. കുടുംബശ്രീ പ്രവർത്തനങ്ങൾ നേരിട്ട് അറിയുന്നതിനും പഠിക്കുന്നതിനുമായി ഇറത്തിറക്കിയ പ്രായോഗിക പഠന കേന്ദ്രമാണ് ഇമേർഷൻ സൈറ്റ് എന്നറിയപ്പെടുന്നത്. കുടുംബശ്രീ പ്രവർത്തനങ്ങൾ നേരിട്ട് അറിയുന്നതിനും പഠിക്കുന്നതിനുമായി ഒരുക്കിയ പ്രായോഗിക പഠന കേന്ദ്രമാണ് ഇമേർഷൻ സൈറ്റ്. കേരയിൽ പദ്ധതിക്ക് പകരമായി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കേരള സർക്കാർ നടപ്പിലാക്കാനൊരുങ്ങുന്ന പുതിയ അതിവേഗ റെയിൽ പദ്ധതിയാണ് RRTS, അതായത് റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം. കേരയിൽ പദ്ധതിക്ക് പകരമായാണ് RRTS. 4 ഘട്ടങ്ങളിലായി 583 കിലോമീറ്റർ നീളമുള്ള ഈ പദ്ധതിയുടെ ആദ്യഘട്ടം നടപ്പാക്കുന്നത് തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയാണ്. 4 ഘട്ടങ്ങളിലായി 583 കിലോമീറ്ററുള്ള ഈ പദ്ധതിയുടെ ആദ്യഘട്ടം തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയാണ്. പുതിയ ആധാർ ആപ്പ് നിലവിൽ വന്നതോടെ നിർത്തലാക്കപ്പെട്ട പഴയ ആപ്പാണ് എം-ആധാർ നിർത്തലാക്കപ്പെട്ടു. ഭൗതിക വെല്ലുവിളികൾ ഉള്ളവർക്ക് പ്രാദേശിക തലത്തിൽ പരിചരണം ഉറപ്പാക്കുന്നതിന് ബ്ലോക്ക് തലത്തിൽ കെയർ ഹോമുകൾ സ്ഥാപിക്കുന്ന പദ്ധതിയാണ് അൻപ് വീട്. ഭൗതിക വെല്ലുവിളികൾ ഉള്ളവർക്ക് പ്രാദേശിക തലത്തിൽ പരിചരണം ഉറപ്പാക്കുന്നതിന് വേണ്ടി ബ്ലോക്ക് തലത്തിൽ കെയർ ഹോമുകൾ സ്ഥാപിക്കുന്ന പദ്ധതിയാണ് അൻപ് വീട്. 2023-24 കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഉയർന്ന കടബാധ്യത അനുപാതമുള്ള 13 സംസ്ഥാനങ്ങളിൽ കേരളത്തിൻ്റെ സ്ഥാനം 10ആണ്. 2023-24 കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ പഠന റിപ്പോർട്ട് പ്രകാരം ഉയർന്ന കടബാധ്യത അനുപാതമുള്ള 13 സംസ്ഥാനങ്ങളിൽ കേരളത്തിൻ്റെ സ്ഥാനം 10. ഏറ്റവും ഉയർന്ന അനുപാതമുള്ളത് അരുണാചൽ പ്രദേശിനാണ്. ഏറ്റവും കുറവ് ഒഡീഷയ്ക്കാണ്. 2026 ജനുവരി 1 മുതൽ നിലവിൽ വരുന്ന പുകയില ഉൽപ്പന്നങ്ങളുടെ പുതിയ നികുതി നിരക്കാണ് 40%. 2026 ഫെബ്രുവരി മുതൽ പുകയില ഉൽപ്പന്നങ്ങളുടെ പുതിയ നികുതി നിരക്ക് 40%. കയറ്റുമതിക്കായി സംസ്ഥാനങ്ങൾ എത്രത്തോളം സജ്ജമാണെന്ന് സംബന്ധിച്ച് നീതി ആയോഗ് തയ്യാറാക്കിയ സൂചികയിൽ കേരളത്തിൻ്റെ സ്ഥാനം 11. കയറ്റുമതിക്കായി സംസ്ഥാനങ്ങൾ എത്രത്തോളം സജ്ജമാണെന്ന് സംബന്ധിച്ച് നീതി ആയോഗ് തയ്യാറാക്കിയ സൂചികയിൽ കേരളത്തിൻ്റെ സ്ഥാനം 11.
വലിയ സംസ്ഥാനങ്ങളുടെ വിഭാഗത്തിൽ മഹാരാഷ്ട്ര, തമിഴ്നാട്, ഗുജറാത്ത് എന്നിവയാണ് ആദ്യ 3 സംസ്ഥാനങ്ങൾ. മഹാരാഷ്ട്ര, ഗുജറാത്ത്, തമിഴ്നാട് എന്നിവയാണ് ആദ്യ 3 സ്ഥാനങ്ങൾ. ചെറിയ സംസ്ഥാനങ്ങളിൽ ഒന്നാമത് ഉത്തരാഖണ്ഡാണ്. മഹാകവി പി. കുഞ്ഞിരാമൻ നായരുടെ സർഗാത്മക ജീവിതം ആസ്പദമാക്കി നല്ലാപ്പാടൻ പത്മനാഭൻ രചനയും സംവിധാനവും നിർവഹിച്ച ഡോക്യുമെൻ്ററി സിനിമയാണ് കസ്തൂരിമാൻ. മഹാകവി പി. കുഞ്ഞിരാമൻ നായരുടെ സർഗാത്മക ജീവിതം ആസ്പദമാക്കി നല്ലാപ്പാടൻ പത്മനാഭൻ രചനയും സംവിധാനവും നിർവഹിച്ച ഡോക്യുമെൻ്ററി സിനിമയാണ് കസ്തൂരിമാൻ. 12ാം ക്ലാസ് പരീക്ഷ പാസ്സായവരെ കണ്ടെത്തി ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രാപ്തരാക്കാൻ സംസ്ഥാന സാക്ഷരതാ മിഷനുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച സർവകലാശാലയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല. 12ാം ക്ലാസ് പരീക്ഷ പാസ്സായവരെ കണ്ടെത്തി ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രാപ്തരാക്കാൻ സംസ്ഥാന സാക്ഷരതാ മിഷനുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച സർവകലാശാലയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല. സാക്ഷരതയിൽ നിന്നും ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് എന്ന തുടർ വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. 2026 ജനുവരിയിൽ നടന്ന 11ാമത് പ്രസിഡന്റ് ട്രോഫി വള്ളംകളിയിൽ ചാമ്പ്യന്മാരായത് നിരണം ചുണ്ടനാണ്. 2026 നടന്ന 11ാമത് പ്രസിഡന്റ് ട്രോഫി വള്ളംകളിയിൽ ചാമ്പ്യന്മാരായത് നിരണം ചുണ്ടൻ. അരങ്ങേറിയത് അഷ്ടമുടിക്കായലിലാണ്. അനിയന്ത്രിതമായ ഫോട്ടോ ടൂറിസം മൂലം വംശനാശ ഭീഷണി നേരിടുന്നതായി പഠനങ്ങളിൽ പറയുന്ന കേരളത്തിലെ പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്ന അപൂർവയിനം തവളയാണ് ഗാലക്സി ഫോക്സ്. അനിയന്ത്രിതമായ ഫോട്ടോ ടൂറിസം മൂലം വംശനാശ ഭീഷണി നേരിടുന്നതായി പഠനങ്ങളിൽ പറയുന്ന കേരളത്തിലെ പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്ന അപൂർവയിനം തവളയാണ് ഗാലക്സി ഫോഗ്. കേരളത്തിൽ ഇവ ചേലക്കറുമ്പി തവള എന്നറിയപ്പെടുന്നു. ഇടുക്കി ജില്ലയിലെ മതികെട്ടാൻ ചോല ദേശീയോദ്യാനത്തിലെ പ്രധാന ഇനമാണ്. നടൻ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥമുള്ള പുരസ്കാരത്തിന് മരണാനന്തര ബഹുമതിയായി അർഹനായത് ശ്രീനിവാസനാണ്. നടൻ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥമുള്ള പുരസ്കാരത്തിന് മരണാനന്തര ബഹുമതിയായി അർഹനായത് ശ്രീനിവാസൻ. ഇന്ത്യൻ ബ്ലോക്ക് ചെയിൻ സംവിധാനം നടപ്പാക്കുന്ന ആദ്യ പബ്ലിക് സർവീസ് കമ്മീഷനാണ് കേരള PSC. ഇന്ത്യയിൽ ബ്ലോക്ക് ചെയിൻ സംവിധാനം നടക്കുന്ന ആദ്യ പബ്ലിക് സർവീസ് കമ്മീഷനാണ് കേരള PSC. വലിയ ഡാറ്റകൾ സുതാര്യമാക്കാനും സുരക്ഷിതമാക്കാനും സൂക്ഷിക്കാനും പരിപാലിക്കാനും കഴിയുന്ന സംവിധാനമാണ് ബ്ലോക്ക് ചെയിൻ. ഡിജിറ്റൽ സർവകലാശാലയുടെ സഹകരണത്തോടെയാണ് നടപ്പാക്കുന്നത്. ആദ്യമായി കേരളത്തിൽ സർവീസ് ആരംഭിക്കുന്ന മലയാളി ഉടമസ്ഥതയിലുള്ള വിമാനക്കമ്പനിയാണ് ഫ്ലൈറ്റ് 91. കേരളത്തിൽ ആദ്യമായി സർവീസ് ആരംഭിക്കുന്ന മലയാളി ഉടമസ്ഥതയിലുള്ള വിമാനക്കമ്പനിയാണ് ഫ്ലൈറ്റ് 91. മെഡിസപ്പ് ഇൻഷുറൻസ് പദ്ധതിയുടെ പുതുക്കിയ പ്രതിമാസ പ്രീമിയം 687 രൂപയാണ്. മെഡിസപ്പ് ഇൻഷുറൻസ് പദ്ധതിയുടെ പുതുക്കിയ പ്രതിമാസ പ്രീമിയം 687 രൂപ. വാർഷിക പ്രീമിയം 8,244 രൂപ. ഇന്ത്യയിൽ ആദ്യമായി കേരള സംസ്ഥാന സൂക്ഷ്മാണുവിനെ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനമായി കേരളം. കേരളത്തെ സംസ്ഥാന സൂക്ഷ്മാണുവായി പ്രഖ്യാപിച്ചത് ബാസിലസ് സബ്റ്റിലിസ് ആണ്. കേരളത്തിലെ സംസ്ഥാന സൂക്ഷ്മാണുവാണ് ബാസിലസ് സബ്റ്റിലിസ്. ഹേ ബാസിലസ്, ഗ്രാസ് ബാസിലസ് എന്നിങ്ങനെ അറിയപ്പെടുന്നു. രോഗനിർണയം, കാർഷിക ഉൽപ്പാദന വർധനവ്, ക്ഷീരോൽപാദന വർധനവ് എന്നിവയ്ക്കെല്ലാം സഹായമാകുന്ന ബാക്ടീരിയയാണ്. ഇവ കാണപ്പെടുന്നത് മണ്ണിലും ജലത്തിലും ഫോർമന്റഡ് ഭക്ഷണത്തിലും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കുടലിലുമാണ്. ആരോഗ്യം, പരിസ്ഥിതി മേഖലകളിലെ സൂക്ഷ്മാണുക്കളുടെ പങ്ക് എന്നിവ പഠിക്കാനും സമൂഹത്തിൽ ഗുണത്തിനായി ഉപയോഗിക്കാനും കേരള സർക്കാർ ആരംഭിച്ച കേന്ദ്രമാണ് സെന്റർ ഫോർ എക്സലൻസ് ഇൻ മൈക്രോബയോം എന്നറിയപ്പെടുന്നത്. ആരോഗ്യം, പരിസ്ഥിതി മേഖലകളിൽ സൂക്ഷ്മാണുക്കളുടെ പങ്ക് എന്നിവ പഠിക്കാനും സമൂഹത്തിൽ ഗുണത്തിനായി പ്രയോഗിക്കാനും കേരള സർക്കാർ ആരംഭിച്ച കേന്ദ്രമാണ് സെന്റർ ഫോർ എക്സലൻസ് ഇൻ മൈക്രോബയോം. കിൻഫ്ര, തിരുവനന്തപുരം. ഉദ്ഘാടനം ചെയ്ത് 2026 ജനുവരി 23-ന്. ഇന്ത്യയിൽ ആദ്യമായി തിരുവനന്തപുരത്ത് അവതരിപ്പിച്ച ശ്വാസകോശത്തിലൂടെ ശരീരത്തിൽ എത്തിക്കാവുന്ന ഇൻസുലിനാണ് അഫ്രസ എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ആദ്യമായി തിരുവനന്തപുരത്ത് അവതരിപ്പിച്ച ശ്വാസകോശത്തിലൂടെ ശരീരത്തിൽ എത്തിക്കാവുന്ന ഇൻസുലിനാണ് അഫ്രസ. മുതിർന്ന പ്രമേഹ രോഗികളുടെ ഭക്ഷണത്തിന് ശേഷമുള്ള രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന ചെറിയ ഇൻഹേലർ ഉപകരണം വഴിയാണ് ഇത് ഉപയോഗിക്കുന്നത്. മഹാകവി കുമാരനാശാൻ്റെ എത്രാമത് വിയോഗ വാർഷികമാണ് 2026 ജനുവരി 16-ന് ആചരിച്ചത്? 102ാമത് വിയോഗ വാർഷികമാണ് ആചരിച്ചത്. വൈദ്യുത വാഹനങ്ങളുടെ ബാറ്ററികളുടെ പൂർണ്ണമായ കണ്ടെത്തലും കാര്യക്ഷമമായ പുനരുപയോഗവും ഉറപ്പാക്കാൻ ആധാറിന് സമാനമായി ഗതാഗത മന്ത്രാലയം നടപ്പിലാക്കുന്ന ആധാർ നമ്പറാണ് BPAN എന്നറിയപ്പെടുന്നത്. ബാറ്ററി പാക്ക് ആധാർ നമ്പർ. വൈദ്യുത വാഹനങ്ങളുടെ ബാറ്ററികളുടെ പൂർണ്ണമായ കണ്ടെത്തലും കാര്യക്ഷമമായ പുനരുപയോഗം നടപ്പാക്കാൻ ആധാറിന് സമാനമായി ഗതാഗത മന്ത്രാലയം നടപ്പാക്കുന്ന ആധാർ നമ്പറാണ് BPAN, ബാറ്ററി പാക്ക് ആധാർ നമ്പർ. അതിവേഗം മുറിവുണങ്ങുന്നതിനായി ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് വികസിപ്പിച്ച ഉൽപ്പന്നമാണ് കൊളീഡം എന്നറിയപ്പെടുന്നത്. അതിവേഗം മുറിവുണങ്ങുന്നതിനായി ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് വികസിപ്പിച്ച ഉൽപ്പന്നമാണ് കൊളീഡം. കേരളത്തിലെ ആദ്യ 3D കമ്പ്യൂട്ടർ ഗെയിമാണ് തെക്ക് ഐലൻഡ് എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ ആദ്യ 3D കമ്പ്യൂട്ടർ ഗെയിമാണ് തെക്ക് ഐലൻഡ്. ആഗോള ഗെയിമിംഗ് പ്ലാറ്റ്ഫോമായ സ്റ്റീമിൽ ആണ് ഗെയിം ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. താൽക്കാലിക നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരമായി സ്ഥിര നേറ്റിവിറ്റി കാർഡ് അവതരിപ്പിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് കേരളം. താൽക്കാലിക നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരമായി സ്ഥിരമായ നേറ്റിവിറ്റി കാർഡ് അവതരിപ്പിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം.
വാക്ക് തർക്കത്തിനിടയിലോ പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യത്തിലോ ഒരാളോട് പോയി മരിക്കൂ അല്ലെങ്കിൽ പോയി ചാകൂ എന്ന് പറയുന്നത് ആത്മഹത്യാ പ്രേരണാ കുറ്റമായി കണക്കാക്കാൻ കഴിയുമെന്ന് നിരീക്ഷിച്ച കോടതിയാണ് കേരള ഹൈക്കോടതി. വാക്ക് തർക്കത്തിനിടയിലോ പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യത്തിലോ ഒരാളോട് പോയി മരിക്കൂ അല്ലെങ്കിൽ പോയി ചാകൂ എന്ന് പറയുന്നത് ആത്മഹത്യാ പ്രേരണാ കുറ്റമായി കണക്കാക്കാൻ കഴിയില്ലെന്ന് നിരീക്ഷിച്ച കോടതിയാണ് കേരള ഹൈക്കോടതി. കേരള മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഔദ്യോഗിക ചിഹ്നമാണ് മോട്ടു എന്ന ആന. മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഔദ്യോഗിക ചിഹ്നമാണ് മോട്ടു എന്ന ആന. ഒരാൾ കേരളത്തിൽ ജനിച്ച ആളാണോ അല്ലയോ എന്ന് ദീർഘകാലമായി കേരളത്തിൽ താമസിക്കുന്ന ആളാണെന്ന് തെളിയിക്കുന്ന ഔദ്യോഗിക രേഖയാണ് നേറ്റിവിറ്റി കാർഡ്. ഒരാൾ കേരളത്തിൽ ജനിച്ച ആളാണോ എന്നോ അല്ലെങ്കിൽ ദീർഘകാലമായി കേരളത്തിൽ താമസിക്കുന്ന ആളാണെന്നോ തെളിയിക്കുന്ന ഔദ്യോഗിക രേഖയാണ് നേറ്റിവിറ്റി കാർഡ്. നിലവിലുള്ള നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരമായി നൽകുന്ന ഫോട്ടോ പതിപ്പിച്ച തിരിച്ചറിയൽ രേഖയാണിത്. കാർഡ് അനുവദിക്കുന്നത് വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് പ്രകാരം തഹസിൽദാറാണ്. കേരള സർക്കാർ അടുത്തിടെ സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ച പ്രകൃതി പ്രതിഭാസമാണ് കടലാക്രമണം. കേരള സർക്കാർ അടുത്തിടെ സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ച പ്രകൃതി പ്രതിഭാസമാണ് കടലാക്രമണം. വെയിലേറ്റ സമയത്ത് അതിരും കടന്ന് കരയിലേക്ക് കയറുന്ന തിരമാലയും അതുമൂലമുണ്ടാകുന്ന വെള്ളപ്പൊക്കവും കാരണം ജീവനും സ്വത്തിനും ജീവനോപാധികൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും ഉണ്ടാകുന്ന നാശനഷ്ടങ്ങളെയാണ് കടലേറ്റ ദുരന്തമായി നിർവചിച്ചിട്ടുള്ളത്. 2026 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത കാർട്ടൂണിസ്റ്റ് PS സുകുമാരനാണ്. 2026 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത കാർട്ടൂണിസ്റ്റ് PS സുകുമാരൻ. 2026 ജനുവരിയിൽ അന്തരിച്ച മുൻ മന്ത്രിയും കേരള പ്രമുഖ മുസ്ലിം ലീഗ് നേതാവുമായിരുന്ന വ്യക്തിയാണ് VK ഇബ്രാഹിം കുഞ്ഞ്. 2026 ജനുവരിയിൽ അന്തരിച്ച പ്രമുഖ ശില്പിയാണ് സാബു ജോസഫ്. കോട്ടയം നഗരത്തിലെ PT ചാക്കോ, ബെഞ്ചമിൻ ബേലി, തിരുവനന്തപുരം നഗരത്തിലെ C കേശവൻ, അക്കാമ ചെറിയാൻ, മൂവാറ്റുപുഴയിലെ KM ജോർജ് തുടങ്ങിയ പ്രതിമകളുടെ സൃഷ്ടാവാണ് സാബു ജോസഫ്. 2026 ജനുവരിയിൽ അന്തരിച്ച CBSE മുൻ ചെയർമാനും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിൻ്റെ സ്ഥാപക ചെയർമാനുമായ മലയാളിയാണ് ഫാദർ തോമസ് V കുന്നുങ്കൽ. പത്മശ്രീ ലഭിച്ചത് 1974 2026 ജനുവരിയിൽ അന്തരിച്ച CBSE മുൻ ചെയർമാനും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിൻ്റെ സ്ഥാപക ചെയർമാനായ മലയാളിയാണ് ഫാദർ തോമസ് V കുന്നുങ്കൽ. പത്മശ്രീ ലഭിച്ചത് 1974. ഇന്ത്യ മുതലുള്ള കറണ്ട് അഫയേഴ്സ് വിവരങ്ങൾ അടുത്ത ക്ലാസ്സിലാണ് നമുക്ക് പഠിക്കാം.